പ്രിയപ്രേക്ഷകരെ, വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ വയനാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്തരം തുരങ്കപാതകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിന് കാരണം വയനാടിന്റെ ഇന്നലകൾ കൂടിയാണ് പരിസ്ഥിതി പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നത്. അതായത് വയനാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശം ഉള്ള ഒരിടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ സഞ്ചാരികൾ ഉൾപ്പെടെ വയനാടിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനൊക്കെ എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഇതേ വയനാട്ടിൽ തന്നെ നിരന്തരമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തുരങ്കപാതയോട് ചേർന്ന് അപകടമുണ്ടായപ്പോൾ പോലും നിരവധിയായ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിപ്പോയി എന്നത് നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, ഉരുൾപൊട്ടലുകൾ അതെങ്ങനെ ആയിരുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. നമ്മൾ 1984 മുതൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളുടെ ഒരു വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. 1984 ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അപകടമുണ്ടായത് മുണ്ടക്കൈ ചൂരൽമലയിൽ ആണ് എന്നത് നമുക്കറിയാം. വലിയ അപകടമായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ 1984 ഇതേ മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അന്ന് 15 പേരുടെ മരണത്തിനാണ് ആ ഉരുൾപൊട്ടൽ കാരണമായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് സമാനമാകുന്ന തരത്തിൽ തന്നെ, അതായത് തുടർച്ചയായി മഴ ലഭിക്കുകയും ആ മഴയിൽ വലിയ തോതിലുള്ള അളവിൽ ജലം ശേഖരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് മലഞ്ചെരുവുകൾ ഇടിഞ്ഞു വീണുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. 1984 മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്ത് അപകടമുണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം കൂടി നടക്കുന്നത് എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകർ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന ഒരു വിമർശനം എന്നതാണ്. ഈ 84 ശേഷമുള്ള അടുത്ത വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 84 ശേഷം 1992 ജൂൺ 19 കാപ്പിക്കളം ഉരുൾപൊട്ടൽ, അന്നും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ അപകടം ആണ് ആ പ്രദേശത്ത് ഉണ്ടായത് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന് ഇടയിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി പോലെയുള്ള ജില്ലകളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നത് വയനാട് മാത്രം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളുടെ വിവരങ്ങൾ ആണ്. 1992 ജൂൺ 19 കാപ്പിക്കളത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അന്ന് ഒരു കുടുംബത്തിലെ 11 പേർ ആണ് മരണപ്പെട്ടത്. അന്ന് രക്ഷപ്പെട്ടത് ഈ കുടുംബത്തിലെ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ കാപ്പിക്കളം ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടലിന് ശേഷം 2018 എന്നത് ഒരുപക്ഷെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. അതൊരു പ്രളയത്താൽ നമ്മൾ ഏറെ പ്രയാസപ്പെട്ട ഒരു വർഷമാണ്. ഈ 2018 ഓഗസ്റ്റ് 9 വയനാട് ജില്ലയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ മക്കിമലയിൽ ആയിരുന്നു അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 9 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഉരുൾപൊട്ടൽ ആയിരുന്നു മക്കിമലയിൽ 2018 ഓഗസ്റ്റ് 9 ഉണ്ടായത്. അന്ന് തന്നെ അതിനോട് ചേർന്നുള്ള കുറിച്യാർ മല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് മാത്രവുമല്ല, അവിടെ ഏതാണ്ട് 45.5 ഹെക്ടറോളം ഭൂമി അവിടെ നിന്ന് ഒലിച്ചു പോകുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. അതാണ് ഈ ഡാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയായി അവിടെ മാറുന്നു എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും നിരീക്ഷിക്കുക എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് 2019 ഓഗസ്റ്റ് 8 പുത്തുമല ഉരുൾപൊട്ടൽ. ഒരുപക്ഷെ സമീപകാല ഉരുൾപൊട്ടലുകളുടെ പട്ടികയിൽ വരുന്ന, മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ തന്നെയാണിത്. മലയാളികൾ ഒന്നടങ്കം വേദനിപ്പിച്ച ഒരു ഉരുൾപൊട്ടലാണ്. 17 മരണം ആണ് അന്ന് ആ ഉരുൾപൊട്ടലിൽ ഉണ്ടായത്. എടുത്തു പറയേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കുറിച്യാർ മലയിലെ ആ ഉരുൾപൊട്ടലിൽ 45 ഹെക്ടറോളം പ്രദേശമാണ് ഒഴുകിപ്പോയത് എങ്കിൽ 2019 ഓഗസ്റ്റ് 8 ഉരുൾപൊട്ടലിൽ 17 പേർ മരണപ്പെട്ടു എന്ന് മാത്രവുമല്ല, ഒരു ഗ്രാമം മുഴുവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് പുത്തുമല എസ്റ്റേറ്റ്, അവിടുത്തെ തേയിലത്തോട്ടങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന പള്ളി, അമ്പലം, തപാൽ ഓഫീസ് എന്നിങ്ങനെ ഒരു ഗ്രാമപ്രദേശം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ഉരുൾപൊട്ടൽ ആയിരുന്നു പുത്തുമലയിൽ 2019 ഓഗസ്റ്റ് 8 ഉണ്ടായത്. 17 മരണം ആണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, പലപ്പോഴും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ചില മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. അതിനുശേഷം ഒരു ശാസ്ത്രീയമായ കണക്കുകൾ തയ്യാറെടുക്കുന്നു. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ 84 ഉരുൾപൊട്ടലിൽ ഏതാണ്ട് 30 പേർ മരണപ്പെട്ടു എന്നതാണ് പറയുന്നത്. പക്ഷേ സാങ്കേതികമായി അത് 15 എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ഇനി ഇതാ ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ
ഒരു പ്രദേശത്തെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 2024 ജൂലൈ 30 മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ അപകടമാണ്. അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വയനാട് വീണ്ടും മലയാളികളുടെ കണ്ണീരായി മാറിയത് നമ്മൾ കണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 220 മരണം എന്നതാണ് ഒരു സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ട് എന്നതാണ്. അത്രമേൽ ഭീകരമാകുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ ഞാനിത് പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഉരുൾപൊട്ടലാണ്. അന്നത്തെ കാഴ്ചകൾ, ദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിമറയുന്നുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിങ്ങനെ ഈ പുഞ്ചിരിമറ്റം എന്ന ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും മനോഹരമായ ഭൂപ്രദേശം, നിരവധിയായ സഞ്ചാരികൾ എത്തുന്ന, എല്ലാവരും സൗഹൃദത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശം, അവിടുത്തെ വെള്ളാർമല സ്കൂള്, ആ നദി, അതൊക്കെ അപ്രത്യക്ഷമായത് നമുക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് ഇതൊക്കെയാണ് വയനാടിൻ്റെ പ്രത്യേകത എന്നതാണ്. വയനാട് അത്രമേൽ മനോഹരം എന്ന് പറയുമ്പോൾ പോലും വയനാട്ടിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില കണക്കുകൾ കൂടി ഒന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. ഇത് 2018 ഉരുൾപൊട്ടലിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആ സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഹ്യൂംസ് സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയും ചേർന്നുകൊണ്ട് നടത്തിയൊരു പഠനമുണ്ട്. ആ പഠനം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പഠനം ആണ്. 2018 മാത്രം വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 1132 ഉരുൾപൊട്ടലുകളോ അല്ലെങ്കിൽ ഭൂമിയുടെ ചലനമാറ്റങ്ങളോ ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത്ഭുതം കൂറിയേക്കാം. കാരണം 1100 അധികം എന്നത് അവിടെ എടുത്തു പറയേണ്ടത് ഇതെല്ലാം വലിയ ഉരുൾപൊട്ടലുകളല്ല. അവിടുത്തെ ഘടനാപരമായി ഭൂമിയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ചെറു ചലനങ്ങൾ എന്നതാണ് പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 72 ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ 72 ഉരുൾപൊട്ടലുകൾ. ഭൂമി നിരങ്ങി നീങ്ങിയ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ടത് 62 തവണയാണ് എന്നതാണ്. 2018 62 തവണ വയനാട്ടിലെ ഭൂമിയുടെ ഘടനയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. 625 മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 30 ഡിഗ്രിയോളം ചെരിവുള്ള ഈ പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടെ വരുന്ന ഭൂപ്രദേശം ആണ് ഈ വയനാടിൻ്റെ പ്രത്യേകത എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാണ് കണ്ടെത്തലുകളെങ്കിൽ 2019 സമാനമാകുന്ന സാഹചര്യമാണ്. 69 ഉരുൾപൊട്ടലുകൾ, അതായത് ഭൂമിയുടെ ചലനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ 2019 ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഓർക്കുക, അതിനുശേഷമാണ് സംസ്ഥാനത്ത് തന്നെ ഞെട്ടിച്ച മുണ്ടക്കൈ ചൂരൽമല അപകടം. അത് 2024 അപ്പോൾ 38 ഉരുൾപൊട്ടലുകളും 31 മണ്ണിടിച്ചിലുകളും ഉണ്ടായി എന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇവിടേക്കാണ് സൂചിപ്പിക്കുന്ന പോലെ, അതായത് ചെറിയ സമയത്തിനുള്ളിൽ ചെറിയ കാലപരിധിയിൽ വലിയ തോതിൽ മഴ ലഭിക്കുകയും ഈ ഭൂപ്രദേശത്ത് മഴവെള്ളം സംഭരിക്കപ്പെടുകയും അങ്ങനെ മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരികയും മണ്ണ് ദുർബലമാവുകയും മലകൾ ഒരു ജലത്താൽ നിറഞ്ഞ സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ അത് പൊട്ടിത്തകർന്ന് ഉരുൾപൊട്ടലായി മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭൂപ്രകൃതിയാണ് വയനാടിൻ്റേത്. ആ ഭൂപ്രകൃതിയിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതി പ്രവർത്തകർ ഒന്നടങ്കം ആവർത്തിച്ച് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.